ഹലോ ട്രേഡേഴ്സ്, അപ്പോൾ ഫോറക്സ് ഫാക്ടറി എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇന്ന് ഈ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോറക്സ് ഫാക്ടറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഫോറക്സ് കറൻസി പെയർസ് ആണ്. അപ്പം ഈ കറൻസീസിലും കമ്മോഡിറ്റീസിനെ അഫക്ട് ചെയ്യുന്ന ന്യൂസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോറക്സ് ഫാക്ടറി എന്ന വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നേരെ പോയി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. എന്നിട്ട് അതിനകത്ത് പോയിട്ട് ഫോറക്സ് ഫാക്ടറി എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫസ്റ്റ് വരുന്നതിനകത്ത് കയറിയാൽ മതി. ഇപ്പോൾ ഈ ഓപ്പൺ ആയി വരുന്നതാണ് ഫോറക്സ് ഫാക്ടറിയുടെ പേജ്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഈ കലണ്ടർ എന്നുള്ള സെക്ഷൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ന്യൂസും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ കാണാവുന്നതാണ്. ഇനി ഇത് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ഇത് നോക്കി മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഇത് ഇനി വരാൻ പോകുന്ന ഡാറ്റാസ് ആണ്. ഇനി അങ്ങോട്ട് വരുന്ന വീക്കിലെ ന്യൂസും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പ്രീവിയസ് വീക്കിൽ വന്നിട്ടുള്ള ന്യൂസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാം. നമ്മളിവിടെ ആദ്യം നോക്കേണ്ട കാര്യം, ഇവിടെ ടൈം സോണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ നോക്കണം. ആദ്യം അതിൽ പോയിട്ട് നേരെ നോക്കുള്ളേ. നമ്മളിപ്പം കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ നമ്മളോട് GMT 5:30 ചെന്നൈ കൊൽക്കത്ത ഇത് കൊടുത്താൽ മതിയാവും. പക്ഷെ സൗദിയിലോ UAE-യിലോ വേറെ ഏതെങ്കിലും കൺട്രീസിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് ആദ്യം പോയി നോക്കേണ്ടത് ഈ ടൈം സോൺ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണെന്ന് പക്കയായിട്ട് ഉറപ്പാക്കണം. അതിനുശേഷം ടൈം ഫോർമാറ്റ് നമുക്ക് AM PM, അതായത് 12 അവർ കൊടുക്കാം, അല്ലെങ്കിൽ 24 അവേഴ്സിൽ കൊടുക്കാം. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊടുത്തിട്ട് സെറ്റിങ്സ് സേവ് ചെയ്യുക. ഇനി നോക്കുന്ന സമയത്ത് ഇവിടെ ആദ്യം ഡാറ്റ കാണുന്നത്, അതായത് ഓരോ ദിവസവുമാണ് കാണുന്നത്. ഏതാണ് കൊടുത്തിട്ടുണ്ട്, ഓരോ ദിവസം അന്നന്ന് വരുന്ന ന്യൂസസ് ആണ് ഇപ്പുറത്തെ സൈഡിലേക്ക് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് ടൈം ആണ്, അതായത് അന്നേ ദിവസം ഏതൊക്കെ സമയത്താണ് ന്യൂസസ് വരുന്നത്, ഏതൊക്കെ സമയത്താണ് ന്യൂസ് ഉള്ളതെന്ന് കാണാം. പിന്നെ തൊട്ടടുത്ത് ഏതൊക്കെ കറൻസിയാണ് ആ ന്യൂസ് വരുന്ന കറൻസീസ്, അതായത് USD ആണോ JPY ആണോ, ഏത് കറൻസിയിലാണ് ആ സ്പെസിഫിക് ന്യൂസ് ഉള്ളത്, ഇന്ന സമയത്ത് ഏത് കറൻസിക്കാണെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം നോക്കുന്ന സമയത്ത് ഇപ്പം ഒരു ജൂൺ 3-ാം തീയതി ആണെന്നിരിക്കെ നമുക്കിപ്പോൾ ഒരു 7 മണിയായപ്പോൾ ഒരു ട്രേഡ് സെറ്റപ്പ് കിട്ടി. അപ്പം നമുക്ക് നോക്കാം, ഇതിൽ കയറി നോക്കുന്ന സമയത്താണ് ഇതാ ജൂൺ 3-ാം തീയതി 7:30 സമയത്ത് USDക്ക് ഒരു ന്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ USD റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏതെങ്കിലും കറൻസി പെയർസിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ സമയത്ത് ട്രേഡ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഹൈലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ഇത് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഇതിൽ കറൻസീസിന്റെ കാര്യം വരെ പറഞ്ഞുള്ളൂ. ഇനി തൊട്ടടുത്തതാണ് ആ ന്യൂസ് എത്രത്തോളം ആ കറൻസി അഫക്ട് ചെയ്യുക എന്നുള്ളത്. ഈ റെഡ് കളറിൽ കാണിക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് ഹൈലി അഫക്റ്റഡ് ആണ്. ആ ന്യൂസ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ന്യൂസ് ആണ്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ന്യൂസ് ആണ് ഈ ഓറഞ്ച് കളറിൽ കാണിക്കുന്നത്. അതിന് തൊട്ട് താഴെ വരുന്ന ന്യൂസ് ഈ യെല്ലോ കളറിൽ നമ്മൾ കാണിച്ചു തരും. ഇതിനിടയ്ക്ക് ഗ്രേ കളറിലും ചില ഏരിയാസിൽ കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഹോളിഡേയ്സ് ആണ്. ആ കറൻസിക്ക് അന്ന് ഹോളിഡേ ആണ്, അന്ന് അവരുടെ സെൻട്രൽ ബാങ്ക്സോ കാര്യങ്ങളോ ഒന്നും വർക്കിംഗ് ആയിരിക്കത്തില്ല. അങ്ങനെയുള്ള ദിവസം നമ്മൾ ആ കറൻസി റിലേറ്റഡ് ആയി വരുന്ന പെയർസിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സെൻട്രൽ ബാങ്ക്സ് ഒന്നും പങ്കെടുക്കാതിരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം ആ കറൻസി പെയറിൽ വോളിയം തീരെ കാണത്തില്ല. ഇതിന്റെ തൊട്ടടുത്ത് നമുക്ക് നോക്കിയാൽ ഏത് ന്യൂസ് ആണ് വരുന്നതെന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ന്യൂസിന്റെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഓരോ ന്യൂസിന്റെ പേരും ഇങ്ങനെ കൊടുത്തേക്കുന്നത് കാണാം. ഇനി നമ്മൾ നേരെ ലാസ്റ്റ് വരികയാണെങ്കിൽ ഇവിടെ ആദ്യം ഈ ലാസ്റ്റ് ഇവിടെ ഗ്രാഫ് കാണാം. ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിനകത്ത് പോയാൽ ഈ ന്യൂസ് മുമ്പ് റിലീസ് ചെയ്ത സമയത്ത്, ഓരോ മാസം മുമ്പോ അല്ലെങ്കിൽ ഓരോ വർഷം മുമ്പോ എല്ലാം റിലീസ് ചെയ്ത സമയത്ത് അന്നൊക്കെ എന്ത് ഡാറ്റാസ് ആണ് ഈ ന്യൂസ് തന്നതെന്ന് നമുക്ക് ഈ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ തൊട്ടിപ്പുറത്ത് പ്രിവിയസ്. ഈ പ്രിവിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊട്ട് മുൻപ്, അതായത് കഴിഞ്ഞ തവണ ഈ ന്യൂസ് വന്ന സമയത്ത് എന്ത് ഡാറ്റയാണ് ആ ന്യൂസ് നമുക്ക് അന്ന് തന്നേക്കുന്നത് കാണിക്കും. ഇനി ഫോർകാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തവണ ഈ ന്യൂസ് വരുമ്പോൾ എന്താവും എന്നുള്ള പ്രവചനമാണ്, എന്ത് വാല്യൂ ആണ് വരുന്നത് എന്നുള്ള പ്രവചനമാണ് ഈ ഒരു വാല്യൂ കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞു പോയ ന്യൂസസ് ആയതുകൊണ്ടാണ് നമുക്കിപ്പം ഈ ആക്ച്വൽ വാല്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസ് റിലീസ് ആയതിനു ശേഷം വരുന്ന വാല്യൂ ആണ് ഈ ആക്ച്വൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ന്യൂസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ ഡീറ്റെയിൽ എന്നുള്ള സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. ഇപ്പം നമ്മളിപ്പം അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് നോക്കുകയാണെങ്കിൽ ആ ന്യൂസ് എന്താണ്, അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇവിടെ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ ദ കറൻസി എന്നാ കൊടുത്തേക്കുന്നത്. അതായത് ഈ ഫോർകാസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും കുറവായിരിക്കണം വരുന്ന ഡാറ്റ, എന്നാൽ മാത്രമാണ് ആ കറൻസിക്ക് നല്ലത്. എന്നാൽ ചില സ്ഥലത്ത് അത് നേരെ തിരിച്ചും വരാം. ഇനിയിപ്പം ജോൾട്ട് ജോബ് ഓപ്പണിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം, അവിടെ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ ദ കറൻസി. അതായത് റിലീസ് ചെയ്യുന്ന ഡാറ്റ ഫോർകാസ്റ്റ് ചെയ്തതിനെക്കാട്ടിയും കൂടുതലാണെങ്കിലാണ് ആ കറൻസിക്ക് അത് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത്. എന്നാൽ നമ്മളിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ആ ന്യൂസ് റിലീസ് ആവുന്നതിന് ശേഷം വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ആക്ച്വൽ എന്നുള്ളത് ആ കറൻസിക്ക് പോസിറ്റീവ് ആയിട്ടാണ് വന്നതെങ്കിൽ ഇത് ഗ്രീൻ കളറിൽ കാണിക്കും. ആ കറൻസി അത് നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ റെഡ് കളറിൽ വരയ്ക്കും
കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് മാത്രം നോക്കിയാൽ മതിയാവും മനസ്സിലാക്കാനായിട്ട്. ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം നിങ്ങൾ ചിലപ്പോൾ എല്ലാ പേഴ്സിലും കിടന്ന് ട്രേഡ് ചെയ്യുന്ന ആളായിരിക്കത്തില്ല. നമ്മൾ ചിലപ്പോൾ ഒന്നീ GBP JPY പിന്നെ കമ്മോഡിറ്റീസിൽ ഗോൾഡും ഇത് രണ്ടും മാത്രമായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ രണ്ട് പേഴ്സും അല്ലെങ്കിൽ ഈ രണ്ട് കറൻസീസും വരുന്ന ന്യൂസ് മാത്രം അറിഞ്ഞാൽ മതിയാവും. അതിന് നേരെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. നേരെ ഈ സൈഡിൽ കാണുന്ന ഫിൽട്ടർ ഓപ്ഷനിലേക്ക് പോവുക. അതിനകത്ത് ഏതൊക്കെ തരം ന്യൂസസ് ആണ് നമുക്ക് വേണ്ടത്, ഹൈലി ഇമ്പാക്റ്റഡ് മാത്രം മതിയോ അത് എല്ലാ ന്യൂസും വേണമെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ എല്ലാ ന്യൂസും കാണുന്നുള്ളത് കൊടുക്കുക. ഇവിടെ താഴെ ഇവന്റ് ടൈപ്പ്, ഏതൊക്കെ ഇവന്റ് ടൈപ്പാണ് വേണ്ടതെന്ന് നോക്കാം. അതിലും എല്ലാ ഇവന്റ് ടൈപ്പും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി നമ്മൾ ആദ്യമായിട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഫുള്ളി ടിക്ക് ചെയ്തായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ പോയിട്ട് ചെയ്യാനുള്ളത്, നമുക്ക് വേണ്ടത് എന്താണ്, GBP JPYയിലും ഗോൾഡിലും മാത്രം ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് GBP JPY US$ മാത്രം മതിയാവും. അപ്പം ഇവിടെ നൊണ്ണ് കൊടുത്തതിന് ശേഷം നേരെ പോയി USD JPY GBP നമുക്ക് ഇത്ര മാത്രം മതി. ഇനി അപ്ലൈ ഫിൽട്ടർ കൊടുക്കുക. അത് കൊടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ആ കറൻസീസിന്റെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത കറൻസികളുടെ മാത്രം ന്യൂസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഇങ്ങനെയാണ് ഫോറക്സ് ഫാക്ടറി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനിയിപ്പം നമ്മൾ നോക്കേണ്ടത്, ഇന്ന് സൺഡേ ആണ്, നാളെ തിങ്കളാഴ്ച നമുക്ക് വരുന്ന ന്യൂസും കാര്യങ്ങളും മൺഡേ ജൂൺ 9 വരുന്ന ന്യൂസും കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് ട്രേഡ്സിൽ കയറുന്നതിന് മുമ്പും നമ്മൾ അന്നത്തെ ഡേറ്റ് ഫോറക്സ് ഫാക്ടറിയുടെ അടുത്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കറൻസിക്ക് എന്തെങ്കിലും ന്യൂസ് വരുന്നത് നോക്കുക. ഹൈലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണെങ്കിൽ ന്യൂസ് ടൈമിൽ നമ്മൾ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഓക്കെ, താങ്ക് യു. ഫോറക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാൻ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ. എന്നിട്ട് ഇവിടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തുണ്ടെങ്കിലും കമന്റിൽ ചോദിച്ചാൽ മതി. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം.